ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു റൈസ് റെസിപ്പിയാണ്. ട്രൈക്കളർ റൈസ് അല്ലെങ്കിൽ തിരങ്ക പുലാവ് എന്ന് പറയും, തിരങ്ക റൈസ് എന്ന് പറയും. 3 ലെയറായിട്ടുള്ള ഒരു ഡിഷാണിത്. 3 ലെയറിലും ഡിഫറെൻറ്റ് ടേസ്റ്റും അതേപോലെ ഡിഫറെൻറ്റ് കളറുമായിട്ടുള്ള തിരങ്ക പുലാവാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. 4 ഏലയ്ക്ക, 8-10 ഗ്രാമ്പു, ഒരു കഷ്ണം കറുവപ്പട്ട, ആവശ്യത്തിനുള്ള ഉപ്പ്, ബസ്മതി അരി 1/2 കിലോ, ഇതെല്ലാം കൂടെ ചേർത്ത് അരി വേവിക്കണം. അരി വേവിച്ച ശേഷം ആ ചോറ് 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് വൈറ്റ് കളർ ലെയറിനുള്ള റൈസാണ്. 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളിയുടെ അല്ലി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇതെല്ലാം കൂടെ അരച്ച് പേസ്റ്റ് ആക്കണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു സവാള, 100 ഗ്രാം സവാളയാണ്, അതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റണം. ഇപ്പോൾ സവാള നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് അരച്ച് വെച്ച ആ പേസ്റ്റ് ചേർക്കണം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, ഇത് 4ഉം കൂടെ അരച്ച പേസ്റ്റാണ്. അത് നല്ലതുപോലെ വഴറ്റി ആ പച്ചമണം മാറുന്ന വരെ വഴറ്റണം. ഇനി അതിലേക്ക് നമ്മൾ ഒരു പാട്ട് റൈസ് ഇടുവാണ്. 1/2 കിലോ ബസ്മതി റൈസ് വേവിച്ച് കഴിയുമ്പോൾ 12 കപ്പ് ചോറ് കിട്ടും. 250 ml കപ്പിലാണ് 12 കപ്പ് കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 4 കപ്പ് റൈസാണ് ഇപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ചോറും കൂടെ ചേർത്ത്, ചോറും ആ മസാല എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ ചോറിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർക്കണം. എല്ലാം കൂടെ നല്ലതുപോലെ ചേർത്ത് ഇളക്കി വയ്ക്കുക. ഇപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കുക. ഇനി അടുത്ത ലെയർ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ച് കളറുള്ള ചോറിനാണ്. അപ്പോൾ അതിന് ഞാൻ ടൊമാറ്റോ റൈസാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കുക. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് 100 ഗ്രാം സവാള അരിഞ്ഞ് ചേർത്തിട്ട് ഒന്ന് വഴറ്റണം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് വഴറ്റണം. അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് വഴറ്റണം. ഈ ടൊമാറ്റോ റൈസിന് വേണ്ടത് ഒരു വലിയ ടൊമാറ്റോ ആണ്. 150 ഗ്രാം ടൊമാറ്റോ ഉണ്ട്. അത് നല്ലതുപോലെ കഴുകിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് ഈ പേസ്റ്റ്. ഇനി ടൊമാറ്റോ പ്യൂരിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റുക. ആ പച്ചമുളക് മാറി എണ്ണ തെളിയുന്ന വരെ വഴറ്റണം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കണം. 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ആ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 കപ്പ് ചോറ് ചേർക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ഈ ചോറിലേക്ക് ചേർക്കണം. അപ്പോൾ ഇങ്ങനെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഓറഞ്ച് കളറുള്ള ആ ലെയറിനുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് ഗ്രീൻ കളറുള്ള ചോറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്നിയാണ് ഉപയോഗിക്കുന്നത്. മല്ലിയിലയും പുതിനയിലയും ചേർന്നുള്ള ചട്നി. അപ്പോൾ ചട്നിക്ക് വേണ്ടിയിട്ട് 1 കപ്പ് പുതിനയിലയും വേണം, 1 കപ്പ് മല്ലിയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, നാരങ്ങ നീര് 1 നാരങ്ങയുടെ വേണം, പച്ചമുളക് 2 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടെ അരച്ച് ഇപ്പോൾ ചട്നി ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചോറാണിത്. ഇത് 4 കപ്പ് ഉണ്ട് ഈ ചോറ്.
ഈ ചോറിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച ചട്നി ചേർക്കാം. ചട്നിയും കൂടെ ചേർത്ത് ചോറ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ 3 ലെയറിനുള്ള ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരങ്ക പുലാവ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞാനൊരു ബൗളിൽ, ചെറിയൊരു ബൗളിലേക്ക് ഞാൻ കുറച്ചാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നുള്ളൂ. ഈ ബൗളിൻ്റെ ഉള്ളിൽ കുറച്ച് നെയ്യ് ഞാൻ തേച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അതിൽ ഒരു ലെയർ, ഫസ്റ്റ് ലെയർ ഇടുന്നത് ടൊമാറ്റോ റൈസാണ്, ഓറഞ്ച് കളർ റൈസാണ്. ആ ചോറ് ചെറിയ ചൂടുണ്ടാവണം. ആ ചോറിട്ട് നല്ലതുപോലെ സ്പൂണും കൊണ്ട് പ്രസ് ചെയ്യുക. അടുത്തത് ഞാൻ ഇടുന്നത് വൈറ്റ് കളറുള്ള റൈസാണ്. അതിൻ്റെ മുകളിൽ ചട്നിയുടെ റൈസ്, ഗ്രീൻ കളർ റൈസ് ഇടാം. ഇപ്പോൾ 3 ലെയറുള്ള ചോറ് ഇട്ടിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്യണം സ്പൂണും കൊണ്ട്. ഇത് വേറൊരു പ്ലേറ്റ് ബൗളിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഈ ബൗൾ കമത്താം. എൻ്റെ ബൗൾ വേണമെങ്കിൽ ഒന്ന് പതുക്കെ തട്ടി കൊടുത്തിട്ട് ബൗൾ പൊക്കിയെടുത്താൽ മതി. സാലഡിൻ്റെ കൂടെയും പപ്പടവും അച്ചാറും എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു പുലാവാണ്. ഇപ്പോൾ നോയമ്പ് സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു റൈസാണിത്. ഇനി ബാക്കിയുള്ള ചോറ് ഞാൻ വേറൊരു ബൗളിലേക്ക് ഇതേപോലെ തന്നെ ലെയർ ചെയ്ത് വെക്കുകയാണ്.